ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് നമ്മളൊരു സർവീസ് വാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം നമ്മൾ അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ, അതായത് ഒരുപാട് സാധനം ഓവർലോഡാക്കി കൊണ്ടുപോകലായിരുന്നു ആദ്യത്തെ പരിപാടി. അപ്പോൾ അതിന് ശേഷം വണ്ടിയൊക്കെ ഡാമേജായി, പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പൈസ മുടക്കമൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ലിമിറ്റഡായിട്ട് മൊബൈൽ സർവീസിങ് യൂണിറ്റ് എന്ന നിലയിൽ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം ഈ വീഡിയോയുടെ. അപ്പോൾ താമസിയാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. മുമ്പ് നമ്മളിതിൽ ഒരു സ്റ്റിക്കറും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറുകൾ, അതായത് ഒരു ഫോൺ നമ്പർ, ഒരു സ്റ്റിക്കർ, അല്ലാതെ മൊത്തത്തിൽ വൾഗറാകുന്ന രീതിയിലൊക്കെ മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് RTOയുടെ പരിമിതിയിൽ വരാത്തതുകൊണ്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം ഒരു സർവീസ് വാൻ എന്ന നിലക്ക് ജസ്റ്റ് നമ്മളൊരു ഫോൺ നമ്പർ കൊടുക്കുക, ഒരു പേര് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെറുതായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മളിതിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അത് നമ്മൾ റിനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് ഏകദേശം പെയിൻ്റൊക്കെ അടിച്ച് ഇറക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സംഗതികൾ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വാരി വലിച്ച് കയറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മളെ വീട്ടിലേക്കുള്ള റോഡും മോശമായിരുന്നു. പുറത്തുള്ള റോഡല്ല, നമ്മളെ വീട്ടിലേക്കുള്ള റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ കാരണമാണ് വണ്ടി കൂടുതൽ നാശമാവാൻ കാരണം. അപ്പോൾ അതിനുശേഷം ഏകദേശം നമുക്കൊരു നല്ലൊരു പൈസ മുതൽ മുടക്ക് വേണ്ടി വന്നതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. എന്നാലും ഇലക്ട്രീഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കംഫർട്ടബിളായിട്ടൊരു സർവീസ് വാഹനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വാനാണ് തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ലത്, ഒമിനി വാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് കുറച്ചുകൂടി സ്പേസ് കൂടി ഈക്കോനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു, അങ്ങനെ ഈക്കോ എടുത്തു. പക്ഷേ പെട്രോൾ കൊണ്ട് നമുക്ക് ഇത് ഓടിയാലും മുതലാവില്ല. ഈക്കോക്ക് അത്രയും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട്, AC കാര്യങ്ങളും കപ്പാസിറ്റിയൊക്കെ ഉണ്ടായതുകൊണ്ടും കുറച്ച് CC കൂടുതലായതുകൊണ്ടായിരിക്കാം ചിലപ്പം പെട്രോൾ വളരെ 10 കിലോമീറ്ററിൻ്റെയൊക്കെ ചോടുള്ള മൈലേജേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതിന് ഏകദേശം ഒരു 18 കിലോമീറ്റർ, 17-18 നമുക്ക് മൈലേജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാരായാലും പ്ലംബർമാരായാലും ഒരു വാഹനം ഇതുപോലെ സർവീസ് വാഹനം ആക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒമിനി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണിത് ഒരു വയറിംഗ് പ്ലംബിംഗ് മൊബൈൽ സർവീസ് വാന് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനൊരു അലമാര, അതായത് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു അലമാര നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യണം. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഊരി മാറ്റാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമ്മളിവിടെ ഒരു നട്ടും ബോൾട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഈ ബാക്ക് സ്പേസ് അനുസരിച്ചാണ് നമ്മളിത് ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് ഒരു കർവ് ഷേപ്പായിരിക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ആശാരിനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഇതുപോലുള്ള അറകൾ 1 2 അത് നിങ്ങൾക്ക് വേണ്ടിയതനുസരിച്ച് ഇവിടെ എത്തുമ്പോൾ ഈ സാധനം കുറയ്ക്കണം കേട്ടോ. ഇത് കാരണം വെച്ചാൽ ഡോർ അടയുമ്പോൾ ഇവിടെ സ്പേസ് കുറവാണ്. പിന്നെ ഈ ഡോറിൻ്റെ കട്ടിങ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് പിന്നെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇത് കുറച്ച് താഴേക്ക് ആക്കുക. അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു അലമാര എന്ന് പറയുമ്പോൾ ബാക്കിലുള്ള ഒരു സ്പേസിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസുകൾ മാത്രം, സർവീസായിട്ട് ഓടുമ്പോൾ അത്യാവശ്യം സർവീസ് പെയറുകൾ മാത്രമാണ്. അല്ലാതെ ഒരുപാട് ലോഡ് കയറ്റി വെച്ചുകൊണ്ട് ഇത് ഓടരുത്, വണ്ടി പണിയാവും. അപ്പോൾ അത്യാവശ്യം നമ്മളെ സർവീസിന് ആവശ്യമായിട്ടുള്ളതിപ്പോൾ ഒരു ഡ്രില്ല്, ഏകദേശം ഒരു മൾട്ടിപർപ്പസ് ഡ്രില്ല് ആവശ്യമാണ്. അത്യാവശ്യം ഹാമറിങ്ങും ഡ്രില്ലിങ്ങും ചിസിലിങ്ങും ഉള്ള ഒരു ഡ്രില്ല്. അതിപ്പോൾ നമ്മളിതാ ഈ ടോട്ടലിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തുറന്ന് കാണിക്കുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് എടുക്കുക. പിന്നെ ഒരു നോർമലി ഒരു ഡ്രില്ല്, അത് വേണമെങ്കിൽ എടുത്താൽ മതി, അതല്ലെങ്കിൽ ആവശ്യമൊക്കെ ഇല്ലെങ്കിൽ ഇത് എടുക്കും വേണ്ട. ഇത് ഹിൽട്ടിയിൽ വരുന്നൊരു ഡ്രില്ലാണ്. പിന്നെ നമുക്ക് വരുന്നത്
ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ടൂൾസ് ബോക്സ്, ഇപ്പോൾ കുറച്ച് ദൂരം പോകണമെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ബോക്സിൽ സാധനങ്ങൾ ഇങ്ങനെ എടുത്തിടുക. ഓൾറെഡി സാധനങ്ങൾ ഇതിലുണ്ട്, അതുപോലെ തന്നെ സാധനങ്ങൾ വേറെ എടുത്തിട്ടിട്ട് നമുക്ക് ഈ ബോക്സും കൊണ്ട് പുറത്തേക്ക് പോവാം. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ സ്പെയറുകളാണ്. സ്പെയർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ജസ്റ്റ് ഇതിപ്പോൾ നമ്മൾ സിലിണ്ടർ ഫ്യൂസുകളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് കംപ്ലൈൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ കൈവശം എപ്പോഴും വേണം. ഈ സിലിണ്ടർ ഫ്യൂസുകളും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വർക്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അഡാപ്റ്ററുകളാണ്. ഗാർഡൻ ഹോസ് അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മേഖല മാത്രം ലക്ഷ്യം വെച്ച് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഒരു പണിക്ക് ചെല്ലുമ്പോൾ പല പണികളും നമ്മൾ എടുക്കേണ്ടി വരും. ഗാർഡൻ എടുക്കേണ്ടി വരും, അഗ്രികൾച്ചർ പർപ്പസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും, മോട്ടർ നോക്കേണ്ടി വരും, RCCB നോക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇതെല്ലാം എല്ലാ സ്പെയറുകളും നമ്മളെ കൈവശം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നിസ്സാര വിലക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും അഗ്രികൾച്ചർ ഷോപ്പിലൊക്കെ. പിന്നെ ബോക്സ്, ഇത് സിൻറ്റെക്സിൻ്റെ ബോക്സാണ്. ആവശ്യമുള്ളവർക്ക് ഈ ബോക്സ് മേടിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ വരുന്നത് ഈ ക്രിമ്പിംഗ് ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റേഴ്സാണ്. നമ്മളെ UG കേബിളിൻ്റെ കണക്ടറുകൾ, അതുപോലെ ലെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഗ്ലാൻഡ്, ഇതൊക്കെയാണ് പിന്നെ വരുന്നത്. നട്ട് ബോൾട്ട്, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഇത് നമ്മളെ ഡ്രൈനേജ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നോസിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇത് അതിൻ്റെ ആ വർക്കിന് പോകുമ്പോൾ മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കലുള്ളൂ. ഇത് മുമ്പൊരു വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇത് എടുത്ത് വെക്കാത്തതാണ്. പിന്നെ വരുന്നത് ഇതുപോലുള്ള ഈ ഒരു മരാമത്ത് സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ട് വരും. ഇങ്ങനത്തെ പ്ലഗ് ചിലപ്പം ബേസിന് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കും. അതുപോലെ ഫ്ലാഞ്ചസ്, നട്ട് ബോൾട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള, അങ്ങനത്തെ ഇന്ന സാധനം ഒന്നുമില്ല. പിന്നെ വരുന്നത് ഇതുപോലെ സ്ക്രൂസ്, ആണി, കാര്യങ്ങളൊക്കെ ഒരു ബൾക്കായിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ കാണണം. ഇതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ ഈ നട്ട് ബോൾട്ട് SS-ൻ്റെ ഫുള്ള് 3 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെയുള്ള നട്ട് ബോൾട്ട്, ഇത് നിർബന്ധമായിട്ട് നമ്മളെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. ഇത്ര ബൾക്കായിട്ടില്ലെങ്കിലും ക്വാണ്ടിറ്റി കുറച്ചൊരു 10 പീസെങ്കിലും നമ്മൾ കൈവശം വെക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ ഡ്രില്ലിൻ്റെ സ്വിച്ച് പോകുമ്പോൾ അത്യാവശ്യം സ്പെയറായിട്ട് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് കൊടുക്കാൻ വേണ്ടി കരുതിയിരിക്കുന്നതാണ്. പിന്നെ വരുന്നത് അതുപോലെ തന്നെ ഒരു സ്പെയറാണ്, സെൽഫ് സ്ക്രൂകൾ, അതേമാതിരി ഈ ഹീറ്ററിൻ്റെ ക്ലാമ്പ്, കണക്ടർ, എക്സ്റ്റൻഷൻ നിപ്പിള്. അപ്പോൾ നമ്മൾ ഒന്നിന് ഓരോന്നായിട്ട് പറയാൻ നിന്നാൽ ഒരുപാട് ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ, അതായത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ട് തരുന്നതെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു സാധനം വരുന്നത്. പിന്നെ ഇതുപോലുള്ള സ്ക്രൂകൾ തന്നെയാണ്. ലെഡുണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, നട്ട് ബോൾട്ട്, ആണി, ഇതുപോലുള്ള സാധനങ്ങളാണ്. വീണ്ടും നമുക്ക് വരുന്നത് ഇതേമാതിരി തന്നെ നട്ട് ബോൾട്ട്, സെൽഫ് സ്ക്രൂകൾ. കാരണം ഇതൊന്നും ഒരു ഇതിൽ ഒതുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പല ആവശ്യങ്ങളാണ് നമുക്ക് വരിക. ഇങ്ങനത്തെ നമ്മളെ സെൽഫ് സ്ക്രൂ സ്റ്റാറുകൾ, അതുപോലെ നമ്മളെ സ്റ്റാർ അല്ലാത്തൊരു ടൈപ്പ് സ്ക്രൂ ഉണ്ടല്ലോ അത്, പിന്നെ വാഷിംഗ് മെഷീൻ്റെ അത്യാവശ്യം ആക്സസറീസ് സാധനങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ വരുന്നത് നമ്മളെ ഫസ്റ്റ് എയ്ഡ് ബോക്സാണ്. ഇതാണ് നമ്മൾ ആദ്യം ശരിക്കും കാണിക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡാണ്. നമുക്ക് എന്ത് ഒരു പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കിലൊക്കെ നമ്മൾ വീടൊക്കെ ഹൗസ് വയറിങ്ങിൻ്റെ ഇതിലൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എടുത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും, പ്ലാസ്റ്റർ, അതുമാതിരി കോട്ടന്, അതുപോലെ തന്നെ ഈ കോട്ടൻ്റെ റെഡിമെയ്ഡായിട്ടുള്ള പഞ്ഞിയൊക്കെ വെച്ചിട്ടുള്ള ഓരോരോ ഈ കട്ടിങ് സാധനങ്ങൾ,
ബെറ്റാഡിന്, നമ്മൾ അയഡിന്, മുറിവിനിടുന്ന പൗഡറുകൾ, പ്ലാസ്റ്റർ, ഇത് നമ്മളെ പൊട്ടിക്കുന്ന ആ പ്ലാസ്റ്ററാണ്. അപ്പോൾ ശരിക്ക് ഇതിലൊരു കത്രിക ഉണ്ടാവേണ്ടതാണ്. ഇതിലെ കത്രിക പല ആവശ്യത്തിനും എടുത്തെടുത്ത് ഇതിൽ നിന്ന് കത്രിക ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അത്യാവശ്യത്തിനാണെങ്കിൽ നമ്മളിപ്പോൾ കത്രിക ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് ശരിക്ക് ഇതെല്ലാം ഇതിൽ വെക്കേണ്ട കത്രിക, ഇതിലായിട്ടൊരു കത്രിക വേറെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മളെ കണക്റ്റേഴ്സാണ്. ഈ ഇലക്ട്രിക്കലി വയറുകളൊക്കെ നമ്മൾ ബൂട്ട് കണക്ടർ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി 2 വയറ് കൂട്ടി ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ടറുകൾ 12, 10, 8 അങ്ങനെ ഒരുപാട് കണക്ടറുകളുണ്ട്. അത്യാവശ്യം ഇതൊക്കെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇത് ഏകദേശം നിങ്ങളൊരു ഐഡിയയിലേക്ക് മാത്രമാണ്. പിന്നെ വരുന്നത് ഇതാണ്.